സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഫൈനലി DC അവരുടെ കൂട്ടത്തിലെ കൊമ്പനായിട്ടുള്ള സൂപ്പർമാനെ കൊണ്ട് തന്നെ അവരുടെ യൂണിവേഴ്സിന്റെ തിരി തെളിയിച്ചു കഴിഞ്ഞ് സൂപ്പർ ഹീറോ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ക്യാരക്ടറായിട്ടുള്ള സൂപ്പർമാനെ ബേസ് ചെയ്ത് ജെയിംസ് ഗൺ പടച്ചു വിടുന്ന ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ പടം എന്നുള്ളൊരു രീതിക്കല്ല ഈ ഒരു പടം അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ തൊട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഒരുപാട് കഥകൾ ഇനിയും പറയാൻ ബാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ യൂണിവേഴ്സ് ആയിട്ടുള്ള DCയുടെ ഇനി വരാൻ പോകുന്ന പടങ്ങൾക്ക് ഒരു വലിയ ബൂസ്റ്റപ്പ് തന്നെ കൊടുക്കാനായിട്ട് ഈ ഒരു പടത്തിന്റെ സക്സസിനും മറ്റു പരിപാടികൾക്കും തീർച്ചയായിട്ടും സാധിക്കും. സോ അത്രയും വലിയൊരു ഇവന്റിനെ പുൾ ഓഫ് ചെയ്തെടുക്കാൻ മാത്രമേ ഈ ഒരു പടം വർക്കൗട്ട് ആയോ എന്നുള്ളൊരു കാര്യങ്ങളും ജെയിംസ് ഗണ്ണിന് കൃത്യമായ രീതിയിൽ ഈ ഒരു സൂപ്പർമാനെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു പടത്തെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൂപ്പർമാനെ ബേസ് ചെയ്തൊരു പടം വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സൂപ്പർമാന്റെ പവേഴ്സിനേക്കാൾ കൂടുതൽ സൂപ്പർമാൻ എന്ന ഒരു ക്യാരക്ടറിന്റെ ഇമോഷനെ ബേസ് ചെയ്ത് പടം എടുക്കണം എന്നാണ്. കാരണം സൂപ്പർമാന്റെ പവറിനെ ബേസ് ചെയ്ത് നമ്മൾ പടം എടുത്തു കഴിഞ്ഞാൽ ഒരു പവർ ഏതൊക്കെയാണെന്ന് അഡീഷണൽ ഷീറ്റ് എടുത്ത് സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കേണ്ടി വരും. അത്രയ്ക്കധികം പവേഴ്സ് ഉണ്ട്. സോ അത്രയധികം ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സൂപ്പർമാൻ. സോ സൂപ്പർമാൻ അത്രയധികം ഓവർ പവേർഡ് ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ സൂപ്പർമാൻ നേരിടുന്ന ഒരു ചലഞ്ചസിന്റെ ഒരു ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് സൂപ്പർമാനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടാവല്ലോ, ആ ഒരു കണക്ഷൻ ചെറുതായിട്ട് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന്റെ പാവട്ട് ടീസർ, ട്രെയിലർ, പ്രൊമോ മെറ്റീരിയൽസ് മറ്റ് പരിപാടികളൊക്കെ വന്നപ്പോഴും ജെയിംസ് ഗൺ പറഞ്ഞൊരു കാര്യം എനിക്ക് നല്ല രീതിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അതായത് സൂപ്പർമാന്റെ പവേഴ്സിനൊക്കെ കുറച്ച് ടോൺ ഡൗൺ ചെയ്ത് ഒരു ഹ്യൂമനിഫൈഡ് വേർഷൻ ഓഫ് സൂപ്പർമാനെയാണ് ഇതിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ പടത്തിലുടനീളം നമുക്ക് സൂപ്പർമാനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സൂപ്പർമാന്റെ ആ ഒരു ഇമോഷൻ മറ്റു പരിപാടികളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൺവേ ആവുന്നുണ്ട്. സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫാന്റസിയാണ് പരിപാടി. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ മറ്റൊരാളിലൂടെ ചെയ്യുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഓർഗാസം, അതാണ് ഈ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള പരിപാടിയുടെ ഒരു കിക്ക്. അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് സൂപ്പർമാൻ. അങ്ങനെ ഒരു ക്യാരക്ടറിനെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ഹ്യൂമൻസ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മാനുഷികമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിപാടി ആ ഒരു ക്യാരക്ടറിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു ക്യാരക്ടറിനെ ഇവിടെ ഇങ്ങ് ഫീൽ ചെയ്യത്തുള്ളൂ. അതിന് ജെയിംസ് ഗൺ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാന്റെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്ത് ആ ഒരു ബേസിൽ സ്റ്റോറി കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യമാണ്. സൂപ്പർമാൻ ഇവിടെ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യുമെന്നറിയാതെ, എങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ നേരിടുമെന്നറിയാതെ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്നുണ്ട്. ഏലിയൻ വിത്ത് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സൂപ്പർമാന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്, അത് ജെയിംസ് ഗൺ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ നീ എന്തൊക്കെ ചെയ്താലും നീ ഒരു ഏലിയൻ ആണെന്ന് പറയുന്ന ലെക്സ് ലൂഥറിന്റെ അടുത്ത് സൂപ്പർമാൻ തിരിച്ചു പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിലുണ്ട് ആ ഒരു ഡയലോഗിലുണ്ട് സൂപ്പർമാൻ ആരാണെന്ന്, അല്ലെങ്കിൽ ജെയിംസ് ഗണ്ണിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പുള്ളി കണ്ട സൂപ്പർമാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണിച്ചിരുന്നുണ്ട്. സ്പൈഡർമാന്റെ കേസിൽ നമ്മൾ പറയത്തില്ലേ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ, ആ ഒരു മോഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു വേർഷനിലുള്ള സൂപ്പർമാനെയാണ് പ്രധാനമായിട്ട് ജെയിംസ് ഗൺ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. എന്നാൽ പോലും അതിൽ ചെറിയ പിശകുകളൊക്കെ ഉണ്ട്. അത് ഞാൻ നെഗറ്റീവ് സെക്ഷനിൽ കൃത്യമായിട്ട് പറയാം. മൂവിംഗ് ഓൺ ടു ഡേവിഡ് കോറൻസ്വെറ്റ് as സൂപ്പർമാൻ, കിഡിലുമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഹെൻറി കാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെജൻഡറിക് ആയിട്ട് ഒരു സൂപ്പർമാനെ പ്രസന്റ് ചെയ്ത ഒരു പരിപാടി അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ ഇവിടെ ചെറിയ കാര്യമല്ല സൂപ്പർമാനെ വീണ്ടും എടുത്ത് പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. സ്ക്രീനിൽ കാണുമ്പോൾ ഇവൻ തന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടിയാണല്ലോ മെയിൻ. അത് ഡേവിഡ് കോറൻസ്വെറ്റ് കൃത്യമായിട്ട് തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിയെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ആ ഒരു ചാമ് സൂപ്പർമാനായിട്ട് വരുമ്പോൾ ആ ഒരു ചാമ് പുള്ളിയുടെ കയ്യിലുണ്ട് കിഡിലുമായിട്ട്. എന്നാൽ ഇത് പുള്ളിയുടെ മാത്രം ഒരു പടമല്ല. സൂപ്പർമാൻ എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് സൂപ്പർമാനെ ബേസ് ചെയ്തൊരു സൂപ്പർമാൻ ഷോ എന്ന രീതിക്കല്ല ജെയിംസ് ഗൺ ഇത് ഒരുക്കിയിരിക്കുന്നത്. ജെയിംസ് ഗണ്ണിന്റെ പടങ്ങൾ അറിയാലോ, അത് മിക്കതും ഒരു ടീം വർക്ക് പോലുള്ള പടങ്ങളാണ് പുള്ളി മെയിൻ ആയിട്ട് എടുത്തു വെക്കാറുള്ളത്. ആ ഒരു ഗതിക്ക് ഇതിലുള്ള ക്യാരക്ടേഴ്സിനെല്ലാം അവരുടേതായിട്ടുള്ള റോൾസ് ഉണ്ട്. ഹോക്കേൾ എന്നുകൊണ്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി കാറി പൊളിക്കുന്ന രീതിയിൽ കുറച്ച് സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ജെയിംസ് ഗൺ എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അത് വിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല കിടിലമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൂപ്പർമാന്റെ ക്യാരക്ടറിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂപ്പർമാനെ സപ്പോർട്ട് എന്ന രീതിക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അതിൽ തന്നെ ലൂയിസ് ലെയിന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ പടത്തിലെ നായിക എന്ന കൂട്ട് നിന്നെ കൊണ്ട് പറ്റുവാടാ, കയറി അടിക്കടാന്ന് പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ മാത്രം ഒതുക്കാതെ ആ ഒരു ക്യാരക്ടറിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും ഐഡിയോളജിയും പരിപാടികളും ഒക്കെ ജെയിംസും കൊടുത്തിട്ടുണ്ട്. സൂപ്പർമാന്റെ നേരെ നിന്ന് തന്നെ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. കിടിലമായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ആണല്ലോ പുള്ളിക്കാരി. അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് പുള്ളിക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളും ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുറച്ച് പരിപാടികളെല്ലാം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ജെയിംസ് ഗൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ നിക്കോളസ് വോൾട്ടസ് ലെക്സ് ലൂഥർ ചുമ്മാ തീയായിട്ടുണ്ട് മനുഷ്യൻ. സൂപ്പർമാനൊപ്പം ഫേസ് ഓഫിൽ വരുന്ന ചില സീക്വൻസിലൊക്കെ സൂപ്പർമാനോട് കയറി അടിച്ചവന്റെ മോന്ത പൊളിക്കണമെന്ന് നമുക്ക് സ്ക്രീനിൽ കയറി പറയാൻ പറ്റുന്ന രീതിയിൽ അത്ര അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവന്റെ മോട്ടീവ് എന്താണ്, സൂപ്പർമാനെ അടിച്ചു വീഴ്ത്തണമെന്ന് ഇവൻ പറയുന്ന കാര്യത്തിലുള്ള ആ ഒരു ലോജിക്ക് എന്താണെന്നൊന്നും കൃത്യമായിട്ട് പടത്തിലെങ്ങും പ്രസന്റ് ചെയ്യപ്പെടുന്നില്ല. കോമിക്സ് വായിച്ചവർക്ക് അറിയാമായിരിക്കും. എന്നാൽ കോമിക്സ് ഒന്നും വായിക്കുന്ന പടത്തിന് കേൾക്കുന്നവർക്ക് എന്താണ് ഇവന്റെ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. ബട്ട് നിക്കോളസ് വോൾട്ടിന്റെ ആ ഒരു പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു ലോജിക്കലി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല. ശരിയാടാ, ഇവന് സൂപ്പർമാനോട് എന്തോ വൈരാഗ്യം
എന്നുള്ളൊരു രീതിക്ക് റിയലി ഇങ്ങനെ സൂപ്പർമാനോട് എന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളൊരു രീതിക്ക് ആ ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് പുള്ളി പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർമാനെ എനിക്ക് ഇഷ്ടമല്ല, അവനൊരു ഏലിയനാണ്, അവൻ ഇവിടെ ബെലോങ് ചെയ്യേണ്ട ഒരാളല്ലെന്ന് പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ കണ്ണിൽ ആ ഒരു ദേഷ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയിലും ആ ഒരു മാനറിസത്തിലും പരിപാടിയിലൊക്കെ കൃത്യമായിട്ട് അത് സിംബലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അവിടെ നിന്ന് അങ്ങനെ മിസ്റ്റർ ടീം ഗ്രീൻ ലാൻഡേൺ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റിസ് ഗ്യാങ്ങിന്റെ ഭാഗമായിട്ട്. ഹോഗ്ഗേളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഗ്രീൻ ലാൻഡേൺ ഷോ തൂക്കുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് മിസ്റ്റർ ടെറിഫിക് ആണ് ചുമ്മാ തീയായിട്ട് മാറിയത്. മിസ്റ്റർ ടിയെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വിന്റേജ് പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഒറ്റ ഷോട്ടിൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ ഒരു ഏരിയ ആണല്ലോ. സൂപ്പർമാനെ വെച്ചിട്ട് അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കിട്ടിയത് മിസ്റ്റർ ടിക്കാണ്. ഗ്രീൻ ലാൻഡേണും ആ ഒരു അറഗന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആ ഒരു അറഗന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നൈസായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ടൈറ്റിലിൽ സൂപ്പർമാൻ മാത്രമേ ഉള്ളെങ്കിൽ പോലും മോർ ഓവർ ഇതും ഒരു ജെയിംസ് ഗണ്ണിന്റെ ഒരു ടീം വർക്ക് പടം എന്ന രീതിക്ക് തന്നെയാണ് പോകുന്നത്. സൂപ്പർമാൻ എപ്പോഴും ഒരു ടീമിന്റെ കൂടെ തന്നെ നിൽക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് പുള്ളിയെ ഒരാളെ അടിച്ചു തോപ്പിക്കുന്ന രീതിയിലുള്ള സീക്വൻസുകളൊന്നും തന്നെ അങ്ങനെ അധികം ഇല്ല. അങ്ങനെ കുറച്ച് ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഹ്യൂമൻസ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോറി ലൈനുള്ള സൂപ്പർമാനെ നല്ല ഒരു ഹ്യൂമനിഫൈഡ് വേർഷനിൽ നല്ല വൃത്തിക്ക് പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജെയിംസ് ഗണ്ണിന്റെ ഒരു യൂഷ്വൽ നല്ല രീതിക്കുള്ള സൂപ്പർ ഹീറോ പടം എന്ന രീതിക്ക് ഞാൻ വിശേഷിപ്പിക്കുമ്പോഴും കുറച്ച് നെഗറ്റീവുകൾ എനിക്ക് പറയാതെ വയ്യ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് ജെയിംസ് ഗണ്ണോട് എന്തിനാണ് ഇത്ര ധൃതി? ഈ ഒരു പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറും പിന്നെ എത്രയോ മിനിറ്റുകൾ മാത്രമാണ്. എന്തിനാണ് ഇത്രയും ചുരുക്കി ഈ പടം എടുത്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. വലിയൊരു പ്ലോട്ട് തന്നെ അല്ലെങ്കിൽ വലിയൊരു യൂണിവേഴ്സിനെ തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പടമാണ്. അതിന് ഇത് പോരാ. പടം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എവിടെയും നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നില്ല. 2 മണിക്കൂർ ഫുള്ള് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് പടം വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം അത് നല്ലൊരു കാര്യമല്ല, ലാഗ് അടിക്കാതെ പടം കണ്ടു തീർത്തൂടെ എന്ന്. എടാ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സീൻ കാണും, ആ സീൻ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സീനിന്റെ പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലോട്ട് അങ്ങ് കയറത്തുള്ളൂ. ഇതിങ്ങനെ പടപടയുന്ന സീക്വൻസുകൾ മാറി മാറി പോകുമ്പോൾ നമുക്ക് എവിടെയും ഒരു ഇമോഷണലി ഒന്ന് ഹുക്ക് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ഇമോഷണലായിട്ടൊന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് അടുത്ത സീൻ കയറ്റി വിട്ടിട്ടുണ്ടാവും. വലിയ കാര്യമായിട്ട് സ്പോയിലർ ഒന്നും ഇല്ലാതെ ഞാൻ കാര്യം പറയാം. ഒരാളെ ഇപ്പോൾ ഒരു വില്ലന്റെ പോലെ കാണിക്കാമെന്ന് നോക്കി, അപ്പോൾ നമുക്ക് അയാളോട് ഒരു ദേഷ്യവും ആളൊരു വില്ലനാണെന്നുള്ള രീതിക്ക് ഒന്ന് പോർട്രേ ചെയ്ത് സെറ്റ് ചെയ്ത് വരാനുള്ള സമയം കൊടുക്കില്ല. അടുത്ത സെക്കൻഡിൽ അവൻ തിരിഞ്ഞ് നല്ലവനായിട്ട് മാറുന്നു കാണിക്കും. അങ്ങനെ ഒരുമാതിരി എന്തോ 2 മണിക്കൂറിനുള്ളിൽ ഈ ഒരു പടം തീർക്കണമെന്ന് എല്ലാവർക്കും ഒരു വാശിയുള്ള പോലെ. ഡയലോഗ്സ് പോലും ഭയങ്കര റഷ്ഡായിട്ട് എല്ലാവരും പെട്ടെന്ന് ഡയലോഗ്സ് പറഞ്ഞ് തീർക്കാൻ നോക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൾക്കാരെ വേഗം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പടം തീർക്കാൻ സമയം എന്ന് പറയുന്ന രീതിക്ക് ഒരു റഷ് ഫീൽ ചെയ്യും. ആ ഒരു കൈജു ഫിഗർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് എടുത്തു വെച്ചേക്കുന്നത് നൈസാണ്. ഞാൻ പോസിറ്റീവ് പറയാൻ വിട്ടുപോയി. കാരണം ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് തന്നെ സൂപ്പർമാൻ അവിടെയുള്ള ആ ഒരു ജനങ്ങളെയും ആ ഒരു ഫൈറ്റിൽ അഫക്ട് ചെയ്യപ്പെടുന്ന ജനങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു പെർസ്പെക്റ്റീവിൽ പരിപാടിയൊക്കെ പോകുന്നുണ്ട്. അത് നൈസായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ സൂപ്പർ ഹീറോ ഫൈറ്റ് സീക്വൻസിൽ നായകൻ വില്ലനെയും വില്ലൻ നായകനെയും അടിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഇടയിൽ കിടന്ന് പ്ലിങ്ങിച്ചാവുന്ന ആൾക്കാരെ പറ്റി അങ്ങനെ ആരും ചിന്തിക്കാറില്ലല്ലോ. ബട്ട് ജെയിംസ് ഗണ്ണിന്റെ ആ ഒരു ടേക്ക് എന്തായാലും നൈസായിരുന്നു. സൂപ്പർമാൻ കെയർസ്, എല്ലാ ലൈഫ്സിനെയും പുള്ളി കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു പരിപാടി അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ആ ഒരു സീൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ഹൈ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് കിട്ടിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഹൈയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത 2 സീൻ ഇട്ടിട്ടുണ്ടാവും. ചില സ്ഥലത്ത് ജെയിംസ് ഗണ്ണിന്റെ ഒരു ടിപ്പിക്കൽ കോമഡി യൂസ് ചെയ്യുന്ന പരിപാടികളും ഈ ഒരു ഇമോഷണൽ കണക്ഷൻ കളഞ്ഞു കുളിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. നമ്മൾ ഇമോഷണലി ഒന്ന് ഹുക്കായി നല്ല രീതിക്ക് ആ ഒരു സീക്വൻസ് ബിൽഡ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ടൊരു ഫലിതം അവിടെ പൊട്ടിച്ച് കളയും. സോ അപ്പോൾ ആ ഒരു മൊത്തം സീനിന്റെയും ഒരു ഇത് പോകും. ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള ഓക്കോർഡായിട്ടുള്ള കോമഡികളൊക്കെ ഉണ്ടെന്നല്ല. കോമഡി അത്യാവശ്യം നിലവാരമുള്ള കോമഡികളൊക്കെ തന്നെയാണ്. ബട്ട് ചില സ്ഥലത്ത് ആ ഒരു കോമഡിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കത്തക്ക രീതിയിൽ ചില പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഡ്യൂറേഷൻ തന്നെയാണ് ഈ ഒരു പടത്തിന്റെ മേജർ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു സീക്വൻസുകളും സൂപ്പർമാനെ പ്രസന്റ് ചെയ്ത രീതികളൊക്കെ ഒരു ബൗ അടിച്ച് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ളിൽ കയറി ചെന്ന ഒരു ഇമോഷണൽ വല്ലാതെ ഒന്ന് ഹുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി എന്തോ വർക്ക് ആവാത്ത പോലെ തോന്നി ആ ഒരു സ്പീഡ് കാരണം. പിന്നെ എനിക്ക് തോന്നിയത് നിങ്ങൾ ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയെ കാണുമ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഈ സൂപ്പർമാനിൽ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. പവേഴ്സ് ടോൺ ഡൗൺ ചെയ്ത് സൂപ്പർമാനെ ഒരുമാതിരി ഭയങ്കരമായിട്ട് വീക്ക് ആയോ എന്ന് എനിക്ക് ചോദിക്കത്തക്ക രീതിയിൽ ചില സീക്വൻസ് ഒക്കെ പോകുന്നുണ്ട്. ആദ്യം തന്നെ സൂപ്പർമാനെ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. പടത്തിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോഴും സൂപ്പർമാൻ അതുപോലെ തന്നെ അടി വാങ്ങി നിൽക്കുവാണ്. ഓക്കെ, മനസ്സിലാക്കാം ഹ്യൂമൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂപ്പർമാനെ കുറച്ച് വീക്കായി അടി വാങ്ങുന്ന രീതിയിൽ പോർട്രേ ചെയ്തു എന്നുള്ളത് ഓക്കെ. ബട്ട് ഒരു അടി കിട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്യണ്ടേ? അടുത്ത ഫൈറ്റിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് പെരുമാറണ്ടേ? ബട്ട് ഇത് സെയിം രീതിക്ക് തന്നെ വന്ന് വീണ്ടും അടി വാങ്ങി വീണ്ടും പോകുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അടി കൊണ്ട് വീണ ഹീറോ അതിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്ത് തിരിച്ചു വരുമ്പോഴല്ലേ ആ ഒരു കിക്ക് കിട്ടത്തുള്ളൂ. ഇത് അടി കൊണ്ട് വീണ അതേ സ്ഥലത്ത് വീണ്ടും അടി വാങ്ങി വീഴുന്നത് കാണുമ്പോൾ, അതും സൂപ്പർമാനെ പോലെ ഒരു ക്യാരക്ടറിനെ വീണ്ടും വീണ്ടും അങ്ങനെ കാണിക്കുമ്പോൾ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കല്ലിയടി ആയിരുന്നു. പടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ സൂപ്പർമാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. ജെയിംസ് ഗൺ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, അല്ലാതെ ഡേവിഡ് കോറൻസെറ്റിന്റെ ഒരു ആക്ടിങ്ങിന്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. അതായത് സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർമാൻ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഓറ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് പരിപാടി നമുക്ക് ഫീൽ ചെയ്യേണ്ട. ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു ഈ ഒരു സൂപ്പർമാനെ നമ്മൾ കാണുമ്പോൾ. മേ ബി ഇത് അടുത്തടുത്ത പടങ്ങളിൽ സൂപ്പർമാന്റെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കാം. ബട്ട് സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു പടം ഇറക്കുമ്പോൾ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ചുരുക്കം ചില കാര്യങ്ങളിൽ അതാണ്. ഞാൻ വിചാരിച്ചതോ അതാണ്, സൂപ്പർമാനെ വീക്കായിട്ട് പ്രസന്റ് ചെയ്യുമായിരിക്കും. അതിനുശേഷം സൂപ്പർമാൻ തന്റെ പവേഴ്സ് ഒക്കെ മനസ്സിലാക്കി പതിയെ തന്റെ മിസ്റ്റേക്സിൽ നിന്നൊക്കെ ലേൺ ചെയ്ത് ഒരു ഫുൾ പൊട്ടൻഷ്യലിലോട്ട് എത്തുന്ന രീതിയിൽ പടം അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. ബട്ട് സാഡ്ലി ആ ഒരു രീതിയിലല്ല ഇതിന്റെ സ്റ്റോറി സ്ട്രക്ചർ പോകുന്നത്. മാർവലിൽ കെവിൻ ഫീജിയുടെ അണ്ടറിൽ അത്രയധികം റെസ്ട്രിക്ഷൻസിന്റെ ഇടയിൽ കിടന്ന് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി പോലത്തുള്ള പടം
പടങ്ങൾ എടുത്ത ആള് ഇവിടെ ഫുൾ ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ സൂപ്പർമാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ ചെറിയൊരു പ്രശ്നം പോലെ തോന്നി. ജെയിംസ് ഗൺ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം. പുള്ളിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ത രീതിക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന പടങ്ങളാണ്. സൂയിസൈഡ് സ്ക്വാഡൊക്കെ അന്ത റേഞ്ച് സാധനങ്ങളാണ്. സോ ആ ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടി പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് സമയം കൊടുത്ത് വലിച്ചു നീട്ടണമെന്നല്ല, ബട്ട് ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഡിസൈവ് ചെയ്യുന്ന കുറച്ച് സമയം കൊടുത്ത് ആ ഒരു സീനിനെ ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് ജെയിംസ് ഗണ്ണിന്റെ ഇതിന് മുമ്പുള്ള പടങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. ബട്ട് സാഡ്ലി ആ ഒരു പരിപാടി ഇവിടെ കുറച്ച് അധികം കുറവാണ്. ഒരിക്കലും മോശമാക്കിയെന്നല്ല ഞാൻ പറയുന്നത്. സൂപ്പർമാൻ പടം അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ പടം എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം എന്ന രീതിക്ക് നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവും. ബട്ട് ഡി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിവേഴ്സിനെ തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പടം എന്ന രീതിക്ക് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ചെറിയൊരു പ്രശ്നം പോലെ തോന്നി. ആ ഒരു വില്ലന്റെ മോട്ടീവ് കാണിക്കാനോ അല്ലെങ്കിൽ സൂപ്പർമാൻ്റെ ആ ഒരു ക്യാരക്ടർ തന്റെ മിസ്റ്റേക്സിൽ നിന്ന് ലേൺ ചെയ്യുന്ന പരിപാടികളൊക്കെ കാണിക്കാനോ കുറച്ച് സമയം കൂടെ എടുത്ത് സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ടൈം എടുത്ത് പണിയെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആയന പടം. സോ അങ്ങനെയാണ് സൂപ്പർമാൻ എനിക്ക് വർക്കൗട്ട് ആയത്. ജെയിംസ് ഗൺ എന്തായാലും മോശമാകാതെ നൈസായിട്ട് തന്നെ അങ്ങ് തുടങ്ങി വെച്ചിട്ടുണ്ട്. സ്നൈഡറിനോടുള്ള ഇഷ്ടക്കൂടുതലിന്റെ പേരിൽ ഹെൻറി കാവിൽ മാത്രമേ സൂപ്പർമാനായിട്ട് വരാൻ പാടൂ എന്നുള്ളൊരു നിയമമുള്ള കുറച്ച് ടീംസുകൾ ആ ഒരു അജണ്ടയുടെ പേരിൽ ഈ പടത്തിന് നെഗറ്റീവ് പറഞ്ഞങ്ങ് താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും പല സ്ഥലത്തും. ഡേ നിങ്ങളെല്ലാം കൂടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഒരു പടം പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സൂപ്പർമാൻ പടം ചെയ്യാനായിട്ട് ഹെൻറി കാവിലിനെ വെച്ച് സ്നൈഡർ വരുമെന്ന് വിചാരിച്ചിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും നടക്കത്തില്ല. ജെയിംസ് ഗൺ തന്നെ ഉള്ളൂ ഇനി ഈ DC യെ പൊക്കിക്കൊണ്ട് വരുവാനായിട്ട്. സോ അനാവശ്യമായ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതെ ഈ പടത്തിന് ആ പടം ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് വാങ്ങിച്ചു കൊടുക്കാനാണ് നമ്മളെല്ലാവരും നോക്കേണ്ടത്. എന്നാലേ അടുത്തടുത്ത് DC പടങ്ങൾ കാണാൻ പറ്റൂ. DCയുടെ ഭാഗമായിട്ട് ഇനി പ്രൊജക്ട്സ് വരണമെങ്കിൽ ഇനി അതേ വഴിയുള്ളൂ. ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അപ്പോൾ അതൊക്കെ തന്നെയാണ് സൂപ്പർമാൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ ഏതൊരു രീതിക്കാണ് നിങ്ങൾക്ക് പടം വർക്കൗട്ട് ആയതെന്നുള്ളൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും നിങ്ങളുടെ എതിർപ്പുകളും പരിപാടികളും ഒപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ മുന്നോട്ട് പോക്കിന് ഏതൊരു രീതിക്കായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് നേരെ വീണ്ടും കാണാം.